നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് നിക്കൂട്ടും നാപ്പാം ഗിൽ ചിത്രവുമാണ് മാധ്യമജാലകത്തിന്റെ പാളി ഈ എപ്പിസോഡിൽ തുറക്കുന്നത്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് ഫോട്ടോ ജേർണലിസ്റ്റ് അവാർഡ് ഏറ്റുവാങ്ങി കേരളമാകെ സഞ്ചരിച്ച നിക്കൂട്ടിന് മനുഷ്യഹൃദയങ്ങളിലാണ് സ്ഥാനം. പക്ഷേ അദ്ദേഹത്തിന്റെ ചിത്രം അവകാശ തർക്കത്തിലായിരിക്കുന്നു. അതിന്റെ വസ്തുതയിലേക്കും ധാർമ്മികതയിലേക്കും വെളിച്ചം വീശുകയാണ് ഈ ലക്കം മാധ്യമ വിചാരത്തിൽ മാധ്യമ ചിന്തകനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. നമുക്കെല്ലാം പരിചയമുള്ള, എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് എന്റെ അമ്പൽ കടവിൽ. അത് ഒരു സിനിമയിലെ പാട്ടാണ്. ആ സിനിമയേക്കാൾ പ്രശസ്തിയും പ്രസിദ്ധിയും അംഗീകാരവും ആ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ജെറി അമൽദേവ് നൽകിയ വിശദീകരണം ഒരു കാരണവും പറയാനില്ല എന്ന്. ചില പാട്ടുകൾ അങ്ങനെയാണ്. അത് മനുഷ്യർക്കെന്ന പോലെ പാട്ടുകൾക്കും ജാതകമുണ്ട്. നല്ല ജാതകത്തിൽ പറഞ്ഞ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് അദ്ദേഹം തമാശയായി പറഞ്ഞത്. അത് പാട്ടുകളുടെ കാര്യത്തിൽ മാത്രമാണ്. എല്ലാ കലാസൃഷ്ടിയുടെ കാര്യത്തിലും അത് ശരിയാണെന്ന് തോന്നുന്നു. ഒരു തരത്തിലുള്ള ഒരു ജന്മസുഹൃതം, ജന്മപുണ്യം, അതാണ് ഈ ജാതകത്തിന്റെ നന്മ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിന് മേലെയായി ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന, ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം നേടിയ ഒരു വാർത്താ ചിത്രം. അതിന് വിയറ്റ്നാമിലെ സെയ്ഗോൺ കുട്ടികളുടെ ചിത്രം. നാപ്പാം ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വിവസ്ത്രയായി, വസ്ത്രമൊക്കെ കത്തിക്കരിഞ്ഞുപോയി 9 വയസ്സുള്ള ആ പെൺകുട്ടിയെ കൂട്ടത്തിൽ മറ്റു 4 കുട്ടികളും. ആ ചിത്രം ക്യാമറയിൽ പകർത്താൻ അവസരം കിട്ടിയത് അസോസിയേറ്റഡ് പ്രസിന്റെ വിയറ്റ്നാംകാരനായ ഫോട്ടോഗ്രാഫർ നിക് വൂട്ടിന് ആയിരുന്നു. നിക് വൂട്ട് ഇപ്പോൾ നമുക്കെല്ലാം നല്ല പരിചയമുള്ളതാണ്. അദ്ദേഹം കേരള മീഡിയ അക്കാദമിയുടെ പുരസ്കാരം, ഫോട്ടോഗ്രാഫി പുരസ്കാരം സ്വീകരിക്കുന്നതിന് കേരളത്തിൽ വന്നിരുന്നു. പല ഭാഗങ്ങളിൽ പോയിരുന്നു. അങ്ങനെ നല്ല നിലയിൽ നമുക്കൊരു പരിചയമുള്ള, നമ്മുടെ നാട്ടുകാരനെ പോലെ പരിചയമുള്ള ആളാണ് ഈ വിയറ്റ്നാമീസ് ഫോട്ടോഗ്രാഫർ. അന്ന് അദ്ദേഹം രാവിലെ, വിയറ്റ്നാം യുദ്ധം അങ്ങനെ കത്തിക്കാട് നിൽക്കുന്ന സമയമാണ്, രാവിലെ പതിവ് പോലെ ക്യാമറയും തൂക്കി, ഒന്നിൽ കൂടുതൽ ക്യാമറകളും തൂക്കി സെയ്ഗോണിൽ, ഇന്ന് സെയ്ഗോൺ അറിയപ്പെടുന്നത് ഹോച്ചിമിൻ സിറ്റി എന്നാണ്, സെയ്ഗോണിൽ നിന്ന് കംബോഡിയയിലേക്കുള്ള നാഷണൽ ഹൈവേ 1, അവിടെയാണ് ഒരിടത്ത് വെച്ച് ഈ ദൃശ്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുന്നത്. പകച്ചുപോയി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആംഗിൾ നോക്കാനും ഫ്രെയിം ഉറപ്പിക്കാനും ഒന്നും സമയമില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു നാച്ചുറൽ ഇമ്പൾസ് എന്ന നിലയ്ക്ക് നിലത്ത് മുട്ടുമുട്ടി നിന്നുകൊണ്ട് അപ്പോഴാണ് കുട്ടികളുടെ ഒരു ലെവലില് ക്യാമറ വയ്ക്കാൻ കഴിഞ്ഞത്, ആ പടമെടുക്കുന്നത്. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. നിക്കൂട്ട് തന്നെ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ നമ്മുടെ ഈ പരിപാടികളിലൊക്കെ ആ കാര്യം പറയാറുണ്ട്. 2 കാര്യങ്ങൾ ആണ് ശ്രദ്ധേയമായത്. ഒന്ന്, ആ കുട്ടികളെ ഏറ്റവും അടുത്തുള്ള അമേരിക്കൻ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു അമേരിക്കൻ വാർത്താ ഏജൻസിയുടെ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക്, മിലിറ്ററി അക്രഡിറ്റേഷനുള്ള ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്കാണ് നിക്കൂട്ട് ബലം പ്രയോഗിച്ച് അത് ചെയ്തത്. ആ കുട്ടികൾ രക്ഷപ്പെട്ടു. ഇന്ന് ആ കുട്ടികളുടെ, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ഒക്കെ അവസ്ഥ ലോകപ്രശസ്തയാണ്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വിയറ്റ്നാം യുദ്ധകാലത്ത് അസോസിയേറ്റഡ് പ്രസ് എന്ന വാർത്താ ഏജൻസിയുടെ ഫോട്ടോഗ്രാഫറായി വിയറ്റ്നാമിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്നു നിക്കൂട്ട് ഈ ചിത്രം എടുക്കുന്നത്. ചിത്രവുമായി ഓഫീസിലെത്തിയ നിക്കൂട്ടിനോട് ചിത്രം പ്രസിദ്ധീകരണ യോഗ്യമല്ലെന്നായിരുന്നു ഫോട്ടോ എഡിറ്ററുടെ ആദ്യത്തെ പ്രതികരണം. പിന്നീടുണ്ടായത് ചരിത്രം. അന്ന് ആ ചിത്രം തന്റെ ഓഫീസിൽ എത്തിച്ചപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റർ കാൾ റോബിൻസൺ, അമേരിക്കക്കാരനാണ്, അദ്ദേഹം ആ ചിത്രം അമേരിക്കയിലേക്ക് അയക്കാൻ സമ്മതിച്ചു. ചിത്രം റിജക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രശ്നം ആ കുട്ടിയുടെ നഗ്നതയെ അസോസിയേറ്റഡ് പ്രസിന്റെ സ്റ്റൈൽ ബുക്ക് അല്ലെങ്കിൽ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത നഗ്നത ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് നഗ്നത എന്ന് നമുക്കെല്ലാം അറിയാം, കാരണം ചിത്രം നമുക്കെല്ലാം നല്ല പരിചയമുള്ളതാണ്.
ഒടുവിൽ ഒരു ഷിഫ്റ്റ് മാറി, അടുത്ത ഷിഫ്റ്റ് വന്നപ്പോഴാണ് ആ ചിത്രം ക്ലിയർ ചെയ്ത്, ഇന്നത്തെ പോലെ ചിത്രം അയക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല. 1972 അത് അന്നത്തെ ലഭ്യമായ സാങ്കേതിക സൗകര്യം പ്രയോജനപ്പെടുത്തി സൈഗോണിൽ നിന്ന് ടോക്കിയോയിലേക്കും, ടോക്കിയോയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും നിലമ്പൂർ നടന്നപ്പോഴേക്കും ആ പടം ലോകത്തെവിടെയുമുള്ള പത്രങ്ങളുടെ 1-ാം പേജിൽ അച്ചടിച്ചു വന്നിരുന്നു. അമേരിക്ക അല്ലെങ്കിൽ ലോകം ഒക്കെ ഞെട്ടിപ്പോയി. ആ ചിത്രം യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നാണ് വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് നിക്സൺ അന്വേഷിച്ചത്. അല്ലാതെ ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. വിയറ്റ്നാമിൽ നിന്ന് പിന്തിരിയുന്നതിന് അമേരിക്കയെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ചിത്രമാണ് എന്ന് പറയാറുണ്ട്. പുലിറ്റ്സർ സമ്മാനം കിട്ടി, സ്വാഭാവികമായി കിട്ടേണ്ടത് തന്നെയാണ്. പുലിറ്റ്സർ സമ്മാനം മാത്രമല്ല, ലോകത്തിൽ അല്ലെങ്കിൽ ന്യൂസ് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയ 100 ചിത്രങ്ങൾ എടുത്തപ്പോൾ അതിൽ 41ാമതായിട്ട് നിക്കുട്ടിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ലൈഫ് മാഗസിൻ അത് 10 ചുരുക്കിയപ്പോൾ ആ 10-ൽ 1 ഈ ചിത്രമായിരുന്നു. ഐക്കണിക് എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെ അവസ്ഥയിലേക്ക് ചിത്രം മാറി. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന മറ്റൊരു അമേരിക്കൻ വാർത്താ ഏജൻസിയിൽ അക്കാലത്ത് ഡ്രൈവറായി ജോലിയെടുത്തിരുന്ന നോയൽ താനെ എന്നയാളാണ് ചിത്രമെടുത്തത് താനാണെന്ന് അവകാശപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അടുത്തിറങ്ങിയ ദ സ്റ്റിംഗ് എന്ന ഡോക്യുമെന്ററിയിലൂടെയാണ് ഈ അവകാശവാദം ഉന്നയിക്കപ്പെട്ടത്. നിക്കുട്ടല്ല, അന്ന് ആ സ്പോട്ടിൽ അല്ലെങ്കിൽ പരിസരത്ത് മറ്റൊരു വാർത്താ ഏജൻസിയുടെ ഡ്രൈവർ ആയി ജോലിക്ക് വന്ന താനാണ് ആ ചിത്രമെടുത്തത് എന്ന് ഒരു വിയറ്റ്നാംകാരൻ പറയും. അസോസിയേറ്റഡ്, എന്നിട്ട് അദ്ദേഹം ആ ഏജൻസിക്കല്ല കൊടുത്തത്, അസോസിയേറ്റഡ് പ്രസിന് ഈ ചിത്രം റിജക്ട് ചെയ്ത കാൾ റോബിൻസന്റെ മുമ്പിലേക്ക് ആ ചിത്രം എത്തിച്ചു. $20 പ്രതിഫലം വാങ്ങി അത് കൊടുത്തു എന്നൊക്കെയാണ് ഇതിന്റെ വെളിപ്പെടുത്തൽ. 50 കൊല്ലത്തിന് ശേഷമുള്ള വെളിപ്പെടുത്തലാണ്. ഇവിടെ ഒരു ഡോക്യുമെന്ററി ഫിലിം ഈ സംഭവത്തെ കുറിച്ച് എടുത്തിട്ടുണ്ട്. ദ സ്റ്റിംഗ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ ഡോക്യുമെന്ററിയിലാണ് ഈ വിശദീകരണം വന്നിരിക്കുന്നത്. ഇത് നിക്കുട്ടിന്റെ ചിത്രമല്ല, മറ്റേയാളുടേതാണ് എന്ന്. അസോസിയേറ്റഡ് പ്രസ് ഒരു അന്വേഷണമൊക്കെ നടത്തി ഫോറൻസിക് എവിഡൻസ് ഒക്കെ ശേഖരിക്കാൻ കഴിയും. പഴയ കാലം പോലെയല്ല. നിക്കുട്ട് ഉപയോഗിച്ച ക്യാമറ ഇന്ന് വാഷിംഗ്ടണിൽ അവിടെ മ്യൂസിയം, വാർത്തയുടെ മ്യൂസിയം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒറിജിനൽ ഫോട്ടോ സൈഗോണിൽ, ഹോച്ചിമിൻ സിറ്റിയിൽ അവരുടെ വാർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അന്വേഷിക്കാൻ എളുപ്പമാണ്. അന്ന് ആ ചിത്രം ക്ലിയർ ചെയ്യാൻ ഷിഫ്റ്റ് മാറി വന്ന ഫോട്ടോ എഡിറ്ററെ പ്രേരിപ്പിച്ച പീറ്റർ ആർനെറ്റ്, നമുക്ക് നേരെ പരിചയമുള്ള പേരാണ്. CNN എന്ന വാർത്താ ഏജൻസി ആരംഭിക്കുമ്പോൾ ഇറാഖ് യുദ്ധം, അന്ന് ബെയ്റൂട്ടിൽ അമേരിക്കൻ വിമാനങ്ങൾ ബോംബ് വർഷിക്കുന്ന ആ രാത്രിയിൽ ആ സ്ഫോടനങ്ങളുടെ മധ്യം നിന്നുകൊണ്ട് ബെർണാഡ് ഷോ എന്ന ക്യാമറമാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ തത്സമയ യുദ്ധവിവരണം നൽകി പ്രശസ്തനായ ആളാണ് പീറ്റർ ആർനെറ്റ്. അദ്ദേഹം മാത്രമല്ല, CNN എന്ന ഏജൻസിയും പ്രശസ്തമായി. അപ്പോൾ പീറ്റർ ആർനെറ്റ് അന്ന് വിയറ്റ്നാമിൽ AP റിപ്പോർട്ടറായിരുന്നു. അദ്ദേഹം ഇടപെട്ടാണ്. അപ്പൊ അവരൊക്കെ ഉള്ളപ്പോൾ അന്വേഷണത്തിന് ഇപ്പോഴും സാധ്യതയുണ്ട്, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. ഒരാൾ മാത്രമാണ് മരിച്ചുപോയിരിക്കുന്നത്. അത് അന്ന് നിക്കുട്ടിന്റെ ഈ ചിത്രം റിജക്ട് ചെയ്ത ഫോട്ടോ എഡിറ്റർ കാൾ റോബിൻസൺ മരിച്ചുപോയി. കാൾ റോബിൻസനെ AP ജോലിയിൽ നിന്ന് അന്ന് തന്നെ പിരിച്ചുവിടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ അത്രയേ ഉള്ളൂ. താൻ നിരസിച്ച റിജക്ട് ചെയ്ത പടം പീറ്റർ ആർനെറ്റിന്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ പ്രേരണ നിമിത്തം ക്ലിയർ ചെയ്ത് പോവുകയും താൻ അറിയാതെ ക്ലിയർ ചെയ്ത് പോവുകയും അത് ഇത്ര വലിയ പ്രശസ്തി ആ ചിത്രത്തിന് ഉണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കുറവ് ഉണ്ടാവണം.
അതിന് കൂടി ഫലമായിരിക്കാം ഈ 50 കൊല്ലത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ ഇടയാകുന്ന രീതിയിലുള്ള വർത്തമാനം ഉണ്ടായത്. അതെല്ലാം അത് അന്വേഷിക്കട്ടെ. ഏതായാലും ഇങ്ങനൊരു അവകാശ തർക്കം ഉയർന്നതോടെ വേൾഡ് പ്രസ് ഫോട്ടോ അസോസിയേഷൻ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫറുടെ പേരിന്റെ സ്ഥാനത്ത് നിന്ന് നിക്കൂട്ടിനെ മാറ്റി പകരം അൺനോൺ എന്ന് ചേർക്കാൻ തീരുമാനിച്ചു. ചിത്രത്തിന് ലഭിച്ച മറ്റെല്ലാ ബഹുമതികളും നിലനിൽക്കും. ടെറർ ഓഫ് ദി വാർ, യുദ്ധവിരുദ്ധ മാനവിക ബോധത്തിന്റെ മഹത്തായ പ്രതീകമായി എക്കാലവും തുടരും. ചിത്രത്തെ കുറിച്ച് ആർക്കും ഇപ്പോഴും തർക്കമൊന്നുമില്ല. കൃത്രിമമായ ചിത്രമാണെന്നോ അങ്ങനെയുള്ള തർക്കമൊന്നുമില്ല. അതുപോലെ ചിത്രത്തിന് ലഭിച്ച പുരസ്കാർ ഉൾപ്പെടെയുള്ള എല്ലാ അവാർഡുകളും നിലനിൽക്കും. പക്ഷെ ഫോട്ടോഗ്രാഫറുടെ പേര് ഇച്ചിരിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ വേൾഡ് പ്രസ് ഫോട്ടോ അസോസിയേഷൻ അവരുടെ പേര് മാറ്റി, പേര് അറിയില്ല എന്നാണ് പറയുന്നത്. ചിത്രം അംഗീകരിക്കുന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പ്രശസ്തമായി തീർന്ന ഐക്കണിക്കായി മാറുന്ന ചില കാര്യങ്ങൾ, അതിലൊക്കെ ഏത് സമയത്താണ് അവകാശികൾ ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയില്ല. നിക്കുട്ടിൻ്റെതായി പ്രചരിച്ചിരിക്കുന്നത് 50 വർഷമായില്ല, 1-2 അല്ല. അന്ന് ആ ഹൈവേയിൽ കുട്ടികളുടെ ചിത്രം എടുത്ത് ആ പെൺകുട്ടി ഇപ്പോൾ അമേരിക്കയിലാണ്. കനേഡിയൻ പൗരത്വം, യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസഡർ എന്ന ജോലി. നിക്കുട്ടുമായിട്ട് ആ കുട്ടി എന്ന് പറയാൻ കഴിയില്ല, കാരണം അവൾക്കിപ്പോൾ 62 വയസ്സായി. ഒരു ഗ്രാൻഡ് മുത്തശ്ശിയാണ്, ഗ്രാൻഡ് മദറാണ്. എങ്കിലും നമ്മുടെ മുന്നിൽ ഒരു കുട്ടിയാണ്, സൈഗോൺ ബാലിക. അവരൊക്കെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇത്ര പ്രശസ്തമായ ഒരു ചിത്രത്തെ കുറിച്ച്, അതിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് ഇങ്ങനെ ഒരു അവകാശവാദം, അതും അസോസിയേറ്റഡ് പ്രസുമായി ബന്ധപ്പെടാത്ത മറ്റൊരു വാർത്താ ഏജൻസിയുടെ NBC, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അമേരിക്കയിലെ ജേർണലിസ്റ്റോ ഫോട്ടോഗ്രാഫറോ അല്ല, ഒരു ഡ്രൈവർ, അയാളെടുത്ത പടമാണ് എന്ന് പറയുകയും ഇത്രകാലം അത് മിണ്ടാതിരിക്കുകയും ഇപ്പോൾ അതൊരു പ്രശ്നമാക്കിക്കൊണ്ട് വരികയും ചെയ്യുമ്പോൾ, അതും ചിലപ്പോൾ ജെറിയവർദേവ് ആ പാട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ജാതക പിശക് കാണുമായിരിക്കാം, അല്ലെങ്കിൽ ജാതക ദോഷം കാണുമായിരിക്കാം. പ്രശസ്തിയുടെ കൂടെ അത്തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് നമ്മുടെ അതിഥിയായി, അക്കാഡമിയുടെ അതിഥിയായി ഇവിടെ വന്ന് പോയിട്ടുള്ള കുട്ടികളോടൊക്കെ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള നിക്കൂട്ട്, നമ്മുടെ മനസ്സിൽ ആ ചിത്രത്തിന്റെ, സൈഗോൺ ബാലികമാരുടെ പ്രശസ്തമായ ആ ചിത്രത്തിന്റെ ഉടമ അത് നിക്കൂട്ട് തന്നെയാണ്. ആ മാറ്റമുണ്ടെങ്കിൽ അത് പറയേണ്ടത് അസോസിയേറ്റഡ് പ്രസ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ലെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വളരെ കർശനമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അതുകൊണ്ട് അധികമായി ഒരു അഭിപ്രായം പറയേണ്ടത് അസോസിയേറ്റഡ് പ്രസ് ആണ്. ആ തീരുമാനം വരുന്നത് വരെ നമ്മെ സംബന്ധിച്ച്, നമ്മുടെയൊക്കെ മനസ്സിൽ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു യുദ്ധം, സൈനിക ഇടപെടൽ അവസാനിപ്പിക്കുന്നതിന് സഹായകമായി തീർന്ന ചിത്രം എന്ന നിലയിൽ ഈ സൈഗോൺ ബാലികമാരുടെ അവരുടെ നിലവിളി, അവരുടെ കരച്ചിൽ, അവരുടെ വിഫലത, മനുഷ്യന്റെ നിസ്സഹായത, ഈ ഗാസയിൽ നിന്നൊക്കെ നിരവധി ചിത്രങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ അവയെക്കാളൊക്കെ ഉപരിയായി ഈ ചിത്രം നമ്മുടെ മനസ്സിൽ, ലോകത്തിന്റെ മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്നു. ഇനി പോയ വാരം മാധ്യമങ്ങളിൽ ദൃശ്യമായ ചില വാർത്താ ചിത്രങ്ങളെയും കൗതുക കാഴ്ചകളെയും ഫോട്ടോ ജേർണലിസ്റ്റ് B. ചന്ദ്രകുമാർ വിലയിരുത്തുന്ന ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ലെ മികച്ച വാർത്താ ചിത്രങ്ങൾ കണ്ടെത്താനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിൽ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഫോട്ടോ സ്റ്റോറി വിഭാഗത്തിൽ സമ്മാനാർഹമായ ഒരു ചിത്രം കാണാം. ആമസോണിലെ വരൾച്ചയുടെ ആഴം വ്യക്തമാക്കുന്ന ഫോട്ടോ സ്റ്റോറിയിൽ ഉൾപ്പെട്ട ഒരു ചിത്രമാണിത്. ഗ്രാമത്തിൽ താമസിക്കുന്ന തന്റെ അമ്മയ്ക്ക് ഒരു യുവാവ് ഭക്ഷണം കൊണ്ടുവരുന്നതാണ് ചിത്രത്തിൽ. വരൾച്ച കാരണം സോളിമോസ് നദിയുടെ വരണ്ട പ്രദേശത്തിലൂടെ 2 കിലോമീറ്റർ അദ്ദേഹത്തിന് നടക്കേണ്ടി വന്നുവെന്നാണ് അടിക്കുറിപ്പിൽ പറയുന്നത്.
ഫോട്ടോഗ്രാഫർ മുസുക് നോൾട്ടെയാണ് അവാർഡിന് അർഹമായ ഈ ചിത്രം പകർത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ അഭയാർത്ഥികളുടെ ഒരു ചിത്രം കണ്ടു. ചാരിറ്റി അടുക്കളയിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം സ്വീകരിക്കാൻ തിരക്ക് കൂട്ടുന്നവരുടെ ഈ ഫോട്ടോ മനസ്സിൽ തട്ടുന്നു. റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മഹ്മൂദ് ഇസയാണ് ഈ ചിത്രം പകർത്തിയത്. ഞൊടിയിടയിൽ സംഭവിക്കുന്ന ഇടിമിന്നലിന്റെ ഫോട്ടോ എടുക്കുക എന്നത് ശ്രമകരമായ പണിയാണ്. പശ്ചിമ വിർജീനിയയിലെ ഒരു വനിതാ ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ പകർത്തിയ ഇടിമിന്നലിന്റെ ഒരു സുന്ദര ദൃശ്യം വളരെ ശ്രദ്ധേയമായി. ഡോണി ഡാനിയ എന്ന ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ പകർത്തിയ ഈ ഫോട്ടോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം വൻ ജനപങ്കാളിത്തത്തോടെ നടന്നുവരികയാണ്. മന്ത്രിമാരോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിക്കുന്നതിന്റെയും നാനാ തുറകളിലുള്ള വ്യക്തികളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന്റെയും ചിത്രങ്ങളാണ് പോയ വാരം മാധ്യമങ്ങളിൽ കണ്ടത്. കൊച്ചി ചെല്ലാനം ഭാഗത്തെ ഒരു തണ്ണീർത്തടത്തിൽ തയ്യാറാക്കിയ ഒരു ഫുട്ബോൾ ടർഫിന്റെ ദൃശ്യം ഓൺലൈനിൽ കണ്ടു. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച. കളി നടക്കുമ്പോൾ എടുത്തിരുന്നെങ്കിൽ കുറെ കൂടി നന്നായേനെ എന്ന് തോന്നി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയുടെ ആകാശ ദൃശ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു. ഈ ടോൾ ബൂത്തിൽ വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ടെക് ട്രാവൽ ഈറ്റ് എന്ന ഫേസ്ബുക്ക് പേജിന് ഇങ്ങനെ ഒരു സുന്ദര ചിത്രം പകർത്താനും പങ്കുവയ്ക്കാനുമായി. പലതരം വായനക്കാരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ പലതും നിസാരമായി കാണുന്ന മാധ്യമ പ്രവണതയെക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. ഏതുതരം വായനക്കാർക്കും സ്വീകാര്യമായിരിക്കണം നമ്മുടെ എഴുത്ത് ശൈലി എന്ന് എല്ലാ പത്രങ്ങളും തീരുമാനിക്കാറുണ്ട്. അതുകൊണ്ടാണ് പത്രഭാഷയുടെ മുഖമുദ്ര തന്നെ ലാളിത്യമായിരിക്കണമെന്ന് പണ്ടേ പറയുന്നത്. എന്നാൽ ഭാഷയുടെ ലാളിത്യം ഒന്നുകൊണ്ട് മാത്രം വായനക്കാരെ ആകർഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൗതുക തലക്കെട്ടും പടം കൊണ്ടുള്ള കഥ പറച്ചിലും ഒക്കെ ആയി പത്രങ്ങൾ മുന്നേറുന്നത്. കൗതുകം ഒട്ടുമില്ലാത്തിടത്ത് എങ്ങനെയെങ്കിലും കൗതുകം കൊണ്ടുവരാൻ നോക്കുക. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളെ ഏതെങ്കിലും വാക്കോ നൂലോ കൊണ്ട് ബന്ധിക്കാൻ നോക്കുക. ഇതൊക്കെ പത്രങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഇങ്ങനെ എഴുതിയാലേ വാർത്താ അവതരണം രസകരമാകൂ എന്ന വിശ്വാസം എല്ലാവരിലും ഉണ്ട്. എന്നാൽ ഈ കൗതുകമുണ്ടാക്കൽ ശ്രമങ്ങൾക്കിടയിൽ പലപ്പോഴും ട്രിവിയലൈസേഷൻ അല്ലെങ്കിൽ നിസ്സാരമാക്കൽ എന്നൊരു പ്രശ്നം കടന്നു വരാറുണ്ട്. നിസ്സാരമല്ലാത്ത പല കാര്യങ്ങളെയും ഏതാണ്ട് നിസ്സാരമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് പത്രങ്ങൾ ഇന്ന് പതിവാക്കി തുടങ്ങി. പ്രാധാന്യമുള്ള കാര്യങ്ങളെയും കൗതുകത്തിന്റെ ചരടിൽ കെട്ടി ഇത്രയൊക്കെ ഉള്ളു കാര്യം എന്ന് പറയാനുള്ള ഒരു ശ്രമം പോലെ തോന്നും പല വാർത്തയും വായിച്ചാൽ. കുറച്ചു നാൾ മുമ്പ് എമ്പുരാൻ എന്ന പേരുള്ള സിനിമയുടെ കുറച്ച് ഭാഗം മുറിച്ചു മാറ്റിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഒരു പത്രത്തിൽ ഒരുമാതിരിപ്പെട്ട വാർത്തയെല്ലാം എമ്പുരാന്റെ വെട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. വാർത്തയിലെ വിഷയം വേറെയാണെങ്കിലും അവിടെയൊക്കെ വെട്ട് എന്ന പേരിൽ കട്ടെന്നൊരു വാക്ക് വരുന്നുണ്ട്. എമ്പുരാന് 3 മിനിറ്റ് കട്ടെന്നതായിരുന്നു ഒരു ശീർഷകം. അതിൽ പിടിച്ചുകൊണ്ടായിരുന്നു മറ്റു വാർത്തകളുടെയും ശീർഷകങ്ങൾ. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ഓരോ കട്ട്. കുടിവെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ കൊടുക്കുന്നതിന് പകരം പ്രകൃതിദത്തമായ വസ്തുക്കൾ വെച്ച് കുപ്പി ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു വാർത്ത ഉണ്ടായിരുന്നു. അവിടെ പ്ലാസ്റ്റിക് കുപ്പിക്ക് കട്ടെന്നായിരുന്നു ശീർഷകം. തൊട്ടടുത്ത് മറ്റൊരു വാർത്ത. അത് വിവാഹബന്ധം സംബന്ധിച്ചുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചാണ്. പങ്കാളിയുടെ താല്പര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം വിവാഹം നൽകുന്നില്ല എന്നതാണ് അവിടുത്തെ വിധി. അധികാരത്തിന് കട്ട് എന്നാണ് ശീർഷകം. ട്രാഫിക് നിയമം ലംഘിച്ചാൽ പിഴ കൊടുക്കേണ്ടി വരും. ആ പിഴ കൊടുത്തില്ലെങ്കിൽ ഇനി മുതൽ ലൈസൻസ് കട്ട് എന്നായിരുന്നു മറ്റൊരു വാർത്ത അതേ പേജിൽ തന്നെ. ഇത്രയുമൊക്കെ ഏതാണ്ട് ഒരുവിധം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങൾ തന്നെ. ഇവിടെയൊക്കെ ഒരു കട്ട് ചേർക്കുന്നതിൽ വലിയൊരു പ്രശ്നം കാണാനുമില്ല. എന്നാൽ ആശാ വർക്കർമാർ ദീർഘകാലമായി നടത്തി വന്നിരുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലും ഈ കട്ട് ചേർക്കുന്നതുണ്ട്. പ്രതിഷേധ സൂചകമായി സമരക്കാർ അവരുടെ മുടി മുറുക്കുകയാണ് ചെയ്തത്. ഇത് വലിയ വാർത്താ പ്രാധാന്യം എല്ലാ മാധ്യമങ്ങളിലും നേടിയിരുന്നു. ആ പ്രതിഷേധ രീതിക്ക് അതിൻ്റെതായ ഒരു തീവ്രത ഉണ്ട് താനും. അതൊക്കെ മറന്നുകൊണ്ട് നിസ്സാരമാക്കുന്ന രീതിയിൽ ഇവിടെയും ചേർത്തിട്ടുണ്ട് ഒരു കട്ട്. ആശാ സമരത്തിന് തലമുടി കട്ട് എന്നാണ് ശീർഷകം. ഇത് മോശമാകുമെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഒരു ഉപശീർഷകം നൽകിയിട്ടുണ്ട്. മുടി മുറിച്ചും മുണ്ടനം ചെയ്തും നമ്മുടെ സഹോദരിമാർ. മറ്റൊരു പത്രമാകട്ടെ തീ മുടി എന്നാണ് എഴുതിയിരുന്നത്. അതായത് പ്രതിഷേധ തീച്ചുള അവിടെ ഉള്ള രീതിയിലുള്ള ഒരു പടം ചേർത്താണ് ആ ശീർഷകം വെച്ചിരുന്നത്. എമ്പുരാൻ സിനിമയുടെ കട്ട് എവിടെയൊക്കെ കയറി എവിടെ വരെ എത്തിയെന്ന് നോക്കുക. ഏറ്റവും ജനകീയ മാധ്യമങ്ങളിലൊന്നായ സിനിമ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ മാധ്യമം കൂടിയാണെന്ന് പത്രങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ സിനിമയുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങളൊക്കെ കഴിവതും സിനിമ പേരുകൾ വെച്ച് തന്നെ നടത്തുന്നത്.
രണ്ട് സിനിമകളുടെ കളക്ഷൻ വിദേശത്ത് നിന്ന് കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഒരു രസകരമായ ശീർഷകം കിടക്കുന്നത്. ഡോളർ കിലുക്കവും ദീർഘ തിളക്കവും, ഇത് രണ്ടും സിനിമകളുടെ പേരായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമാ കളിയുടെ മറ്റൊരു ഉദാഹരണവും കണ്ടിരുന്നു. അവിടെ താരമായത് തുടരും എന്ന പേരാണ്. തുടരും എന്നത് ഒരു നിർദോഷമായ വാക്കാണ്. സിനിമയുടെ പേരായപ്പോൾ അതിനൊരു താരമൂല്യം കൈവന്നതുപോലെ തോന്നുന്നു. പുതിയ മാർപ്പാപ്പയെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു പത്രത്തിൽ നിറഞ്ഞപ്പോൾ അവിടെ കാണുന്ന വലിയൊരു ശീർഷകം കരുണ തുടരും. വയനാട്ടിലെ കുട്ടികൾക്കായി നടത്തിയ ഒരു യാത്രയെപ്പറ്റിയുള്ള വാർത്തയിൽ തുടരട്ടെ ഈ ഹാപ്പി ജേണി എന്ന് കണ്ടു. വൻ സേനാവിന്യാസം തുടരും എന്ന് മറ്റൊരിടത്ത് കാണുന്നു. ഇവിടെയൊക്കെ തുടരും എന്ന വാക്ക് സാധാരണ ഫോണ്ടിലല്ല എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് നമ്മൾ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു എഴുത്താണ്. എ രാജ എന്ന MLA സ്ഥാനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ രാജ തുടരും. ഇവിടെ അക്ഷരത്തിൽ സിനിമയിലുള്ളതുപോലെ അലങ്കാരമില്ല എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. സമാധാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം കണ്ട ഒരു പത്രമാണ്. അവിടെ പുലരട്ടെ സമാധാനം എന്നൊരു വലിയ ശീർഷകവും കുറെ ബുദ്ധ സന്യാസിമാരെയുമാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബുദ്ധ സന്യാസിമാരുടെ ചിത്രം അതൊരിടത്ത് ഇടതുവശത്ത് എഴുതിയിട്ടുണ്ട്: ഇന്ന് അമ്മമാരുടെ ദിനമാണ്. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ആരാണ് നിരായുധരാകാത്തത് എന്നൊരു ചോദ്യവുമുണ്ട്. വലിയ കാര്യങ്ങളെ നിസ്സാരമാക്കി അവതരിപ്പിക്കാൻ മാത്രമല്ല, സാധാരണ കാര്യങ്ങളെ ഉദാത്തമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി വന്നാൽ മാധ്യമങ്ങൾ കഴിയും എന്നതിന്റെ ഒരു തെളിവായിരുന്നു. പത്രങ്ങൾ പല വാക്കുകളും ഉപയോഗിക്കുന്നത് അവരുടെ ശൈലിക്ക് അനുസൃതമായിട്ടാണ്. ഒരേ വാക്കിനെ 3 പത്രങ്ങൾ 3 രീതിയിൽ എഴുതുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു. ഡ്രഡ്ജർ എന്നുള്ള വാക്കാണ് ഈ പറയുന്നത്. ഡ്രഡ്ജർ എന്ന ഇംഗ്ലീഷ് വാക്ക്, അതിനർത്ഥം കടലിനും മറ്റുമുള്ള മണ്ണ് വാരുന്ന യന്ത്രം എന്നാണ്. മണ്ണുവാരി യന്ത്രം എന്ന് പറയാം. കടൽ അടിവാരി എന്നൊരു പേരും അതിന് മലയാളത്തിലുണ്ട്. പക്ഷേ ഡ്രഡ്ജർ എന്നത് എഴുതാനാണ് പത്രങ്ങൾക്ക് താല്പര്യം. ഒരു പത്രത്തിൽ ഡ്രഡ്ജർ എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു പത്രത്തിൽ കുറെ കൂടി ഇംഗ്ലീഷാക്കി ഡ്രജർ എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമതൊരു പത്രം ഡ്രഡ്ജർ എന്നാണ് എഴുതുന്നത്. ഇത്രയേറെ വ്യത്യാസങ്ങൾ കൊണ്ടു നടക്കുന്നതിന് പകരം മലയാളത്തിൽ മണ്ണ് കോരിയെന്നോ മണ്ണ് വാരിയെന്നോ അങ്ങ് പറഞ്ഞാൽ പോരെ. പത്രങ്ങൾ കണ്ടെത്തുന്നതും ഉപയോഗിക്കുന്നതുമായ എത്രയോ വാക്കുകളെ ജനം കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഈ മണ്ണുകോരിയുടെ കാര്യത്തിലും അതായിക്കൂടെ. മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.